അപ്പൊ നമ്മള് 3:45 കിടക്കാനുള്ള സ്ഥലം എത്തിയത്. ഇപ്പൊ 4:05 മണിയില്ലേ സമയത്ത്? ഇപ്പോ 4:30. ആ 3/4 മണിക്കൂറായിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ കിലോമീറ്ററോളം താണ്ടി പോകുന്നുണ്ട്. നല്ല ഇറക്കൊക്കെ കിട്ടിയ സുഖമായിട്ട് പോകുന്നു. അപ്പൊ വരുന്ന വഴിക്ക് നമ്മളെ തൊടുപുഴയിൽ ചേട്ടന്മാരുണ്ടോ ട്രക്കം കൊണ്ട് വന്നേക്കാ. ചേട്ടൻ പേര് അഭിലാഷ്. ജോഷി. തൊടുപുഴ സ്ഥലം കൊച്ചിയില്. കൊച്ചിയിലെവിടെ? കണ്ണമാലിയാ. അടിപൊളി. ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ വീടെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് വടുതലാണ്. അതിന്റെ വ്ളോഗ് കാണാൻ പറ്റും. അപ്പൊ ഇവരെ കണ്ടു സംസാരിച്ചു. ഇനിയും പോകണം, മഴക്കാറുണ്ട്. അപ്പൊ എവിടെയെങ്കിലും നമ്മൾ പെട്ടു. അപ്പൊ കൂടുതലെന്തെങ്കിലും പറയണ്ട. നമ്മളിപ്പോ പോണ വഴിക്ക് അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷാ. കാരണം നമുക്ക് ആകെയുള്ള സപ്പോർട്ട് ഇങ്ങനെ വണ്ടി നിർത്തി അടുത്ത് സംസാരിക്കുമ്പോഴാ. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ മുന്നോട്ട് പോയിട്ട് ടെന്റ് അടിക്കാൻ സ്ഥലം നോക്കാം. ഓക്കെ, ഈ വണ്ടിയിലാണ് ചേട്ടന്മാര് വന്നാട്ടാ. തൊടുപുഴന്ന് ഒന്നാണ്. വലിയ ട്രക്കാണ് ട്ടാ. എന്തായാലും നല്ല സപ്പോർട്ടിങ് ആണ്. വണ്ടി വെച്ചു, എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് നേർന്നു. അപ്പൊ എന്തായാലും ഇവരുടെ യാത്ര വന്നിട്ട് ഞാനും യാത്ര തുടങ്ങാണ്. കാരണം വെച്ചാൽ ഈ മഴ പറഞ്ഞതിന് മുമ്പ് എങ്ങനെയെങ്കിലും നമുക്ക് ടെന്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടണം. കണ്ടില്ലേ, ആകാശം മൊത്തം കറുത്ത് ഇരുണ്ട് കിടക്കുക. അപ്പൊ ശരി, ജെറുസലേം. നല്ല കിടക്കാച്ച് മഴ കണ്ടിട്ട് പറയുമ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇന്നിപ്പോൾ ടെൻ്റ് അടിക്കൊരു ഷെഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും ഒന്ന് അടിക്കാൻ പോക്കി. ആകാശം കണ്ടോ ഫുള്ള് കറുത്ത് കരിവാടിച്ചേക്കുക. ക്യാമറയുടെ പവർ കൊണ്ടാണ് സാധനം വെളുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കിലാണ് സ്ഥലത്താണ് ഇപ്പോൾ ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടി. അവരോട് നേരത്തെ രാവിലെ പോയെന്ന് പറഞ്ഞു. 2 കിലോമീറ്റർ കഴിഞ്ഞ് ഇനിയും ഫോറസ്റ്റ് ഉണ്ടെന്ന്. എൻ്റെ കർത്താവ്, ഇത് കാട് മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നോട് കിടന്നിട്ട് നാളെ രാവിലെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. തീരെ വയ്യാണ്ടായി. ഇന്ന് ഏകദേശം ഒരു 47 കിലോമീറ്ററോളം യാത്ര ചെയ്തു കേട്ടോ. എന്തായാലും പൊളി. ബാക്കി വിശേഷങ്ങളും പറയാം. എല്ലാം ഞാൻ എങ്ങനെ ഇതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക.